ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് LDFന് കേരളത്തിൽ നിന്ന് കിട്ടിയത്. 19 സീറ്റിലും തോറ്റ LDF ആലത്തൂരിൽ മാത്രമാണ് കഷ്ടിച്ച് ജയിച്ചു കയറിയത്. ഇതിന് പിന്നാലെ പതിവിൽ നിന്ന് വിപരീതമായി CPMനെതിരെ പോലും വലിയ വിമർശനങ്ങളാണ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെ എത്തുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളും LDFനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ 2 രാജ്യസഭാ സീറ്റുകളാണ് LDFന് അവകാശപ്പെട്ടത്. ഇതിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത് 4 പാർട്ടികളാണ്. അടിപൊട്ടുമെന്നുറപ്പായതോടെ സീറ്റുകൾ മാണി വിഭാഗത്തിനും CPIക്കും വിട്ടു നൽകി CPM തടി തപ്പി. വേറെ മാർഗമുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് സത്യം. വേണ്ട പരിഗണന ലഭിക്കാത്തതിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലാപക്കൊടി ഉയർത്തി RJD രംഗം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. രാജ്യസഭാ സീറ്റ് തന്നെയാണ് RJDയുടെയും കലാപത്തിന് ആധാരം. കേരളത്തിൽ ഒഴിവ് വരുന്ന 3 സീറ്റിൽ UDFന് 1ഉം LDFന് 2ഉം സീറ്റിലാണ് വിജയിക്കാൻ കഴിയുക. സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് CPIയും കേരള കോൺഗ്രസ് എമ്മും ഒന്നിച്ച് രംഗത്തെത്തിയതായിരുന്നു രാഷ്ട്രീയ വിവാദങ്ങളുടെ തുടക്കം. RJDയാണ് ഇത്തവണ വെടിപൊട്ടിച്ചത്. മുന്നണി യോഗത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥ എന്ന ആശയം മുന്നോട്ട് വച്ച് അന്തരീക്ഷം തണുപ്പിക്കാൻ CPM ശ്രമിച്ചുവെങ്കിലും അടങ്ങാൻ തയ്യാറല്ലെന്ന സൂചനയാണ് ഇപ്പോൾ RJD നൽകുന്നത്. കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ മുന്നണിയിൽ അർഹിച്ച പരിഗണന നൽകിയില്ല എന്ന് തുറന്നടിച്ചു. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ CPM മാന്യത കാട്ടണമെന്നും തങ്ങൾ വിട്ടു നൽകിയ സീറ്റ് CPI തിരിച്ചു നൽകിയില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു. 2018 രാജ്യസഭാ അംഗത്വമായാണ് LDFൽ അവർ എത്തിയത്. 2019 ഈ സീറ്റ് CPIക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തുവെന്നും പിന്നീട് തിരിച്ചു കിട്ടിയില്ല എന്നുമാണ് RJDയുടെ പരാതിക്കാധാരം. 2024 ആ സീറ്റ് തിരികെ നൽകാൻ CPI തയ്യാറാകണമെന്നായിരുന്നു മുന്നണിയിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല എന്നും RJD വ്യക്തമാക്കുന്നുണ്ട്. LDFലെ 4ാമത്തെ വലിയ കക്ഷിയായ RJDക്ക് മന്ത്രി പദവി വേണമെന്ന ആവശ്യവും ശക്തമാക്കുന്നു. ഏതായാലും RJDയുടെ രാഷ്ട്രീയ യാത്ര LDFൽ അവസാനിക്കുമ്പോൾ ആ യാത്രയും വളരെ വിചിത്രമാണെന്ന് പറയേണ്ടി വരും. അരങ്ങിൽ ശ്രീധരൻ, K ചന്ദ്രശേഖരൻ, P വിശ്വംഭരൻ, PR കുറുപ്പ്, MP വീരേന്ദ്രകുമാർ എന്നിവരിൽ തുടങ്ങി CK നാണുവിലും നീലലോഹിതദാസൻ നാടാറിലും MV ശ്രേയാംസ് കുമാറിലും കൃഷ്ണൻകുട്ടിയിലും മാത്യു T തോമസിലും എത്തി നിൽക്കുകയാണ് ജനതാദളിൻ്റെ യാത്രകൾ. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളും ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എന്നും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ നിലപാടുകളെ സ്വാധീനിച്ചിരുന്നു. കേരളത്തിൽ LDFനും UDFനും ഒപ്പം മാറി മാറി നിലകൊണ്ടിട്ടുണ്ട് MP വീരേന്ദ്രകുമാറിൻ്റെയും ശ്രേയാംസ് കുമാറിൻ്റെയും കാലത്ത് ജനതാദൾ എന്ന് നമുക്ക് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ജനതാദളിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രധാന കാരണം. 91 കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി MP വീരേന്ദ്രകുമാർ മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു ഫലം. 96 അതേ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു. എന്നാൽ 98 വീണ്ടും പരാജയപ്പെട്ടു. 2004 JDS സ്ഥാനാർത്ഥിയായും വീരേന്ദ്രകുമാർ വിജയിച്ചു. 2009 സീറ്റ് വിഭജനത്തിൽ പിണങ്ങി JDS ഇടതുമുന്നണി വിടുകയായിരുന്നു. ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രി PA മുഹമ്മദ് റിയാസിനു വേണ്ടി CPM സീറ്റ് ഏറ്റെടുത്തതാണ് വീരേന്ദ്രകുമാറിനെയും JDSനെയും പിണക്കിയത്. വീരേന്ദ്രകുമാർ ഇടതുമുന്നണി വിട്ട് UDFൽ തീരുമാനിച്ചതോടെ ADS പിളരുകയും മാത്യു T തോമസ് ഉൾപ്പെട്ട ഒരു വിഭാഗം LDFൽ തുടരാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു.